സ്വാഗതം. ഇത് നമ്മളൊരു വെറൈറ്റി ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമുക്ക് നേരിട്ട് കാണാം. ഓക്കെ, ലെറ്റ്സ് ഡ്രൈവ്. സൂപ്പർ. എന്താ പരിപാടി? പറഞ്ഞോ. സൂപ്പർ. ശരിക്കത്തെ മുടിയാ? അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മളെ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ്. അതായത് നമ്മൾ സാധാരണ ഇടുന്നതൊക്കെ ഒരു ട്രാവൽ വ്ളോഗൊക്കെയാണ് ചെയ്യുന്നതെങ്കിലും ഇന്നൊരു ചേഞ്ചിന് നമ്മളെ ചേച്ചീൻ്റെ മോളൊരു ഫോട്ടോഷൂട്ടുണ്ട്, ഡാൻസിൻ്റെ ഒക്കെ ഒരു ഫോട്ടോഷൂട്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷ്വൽസാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അവരെ ഒരു പ്രാക്ടീസും ഡാൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഗോദീശ്വരം ബീച്ചിലാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലിട്ടതും ഗോദീശ്വരം ബീച്ചാണ്, പക്ഷേ അവിടുന്ന് കുറച്ച് മാറിയിട്ടുള്ളൊരു ഗോദീശ്വരം ബീച്ച് വ്യൂ ആണ് നമ്മൾ ഇപ്പോൾ കാണാൻ പോകുന്നത്. അതാണ് ഈ കാണുന്നത്. അതുകൊണ്ട് അവരൊക്കെ ഇന്ന് ഡാൻസ് പ്രാക്ടീസൊക്കെ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോഷൂട്ടും ഒരു അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ അവർ ചെയ്യുകയാണ്. ഇതാണ് നമ്മളെ ഗോദീശ്വരം ബീച്ച് വരുന്നത് കേട്ടോ. ഭയങ്കരമായിട്ടുള്ള ലൊക്കേഷനാണ്, നല്ല ബ്യൂട്ടിഫുൾ ലൊക്കേഷനാണ് ഈ കാണുന്നത്. കണ്ടോ, സ്റ്റുഡൻസൊക്കെ, ഷൂട്ടിങ്ങിൻ്റെ സ്റ്റുഡൻസൊക്കെ ഇവിടെ വന്നു. അതാണ് ചേച്ചീൻ്റെ മോൾ കേട്ടോ. ആ കൈയായിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞിട്ടേ കുറച്ചിങ്ങോട്ട് നീങ്ങി, കുറച്ചിങ്ങോട്ട് നീങ്ങി. ഇവിടേക്ക് വാ, ഇവിടേക്ക് വാ. വണ്ടി എടുത്തോ. അങ്ങനെ കാലിട്ട്
ഇവരിവിടെ പ്രാക്ടീസ് ആട്ടോ, ഡാൻസ് പ്രാക്ടീസാണ് ഇവിടെ. ഇതാണ് നമ്മളെ മാഷ് വരുന്നത്. നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫോട്ടോഷൂട്ടിൻ്റെ പ്രാക്ടീസാണ് വരുന്നത്. അത്രയും പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഇവർ ഇനി അരങ്ങേറ്റം വരുന്നുണ്ട്. ആ ഗുരുവായൂർ വെച്ചിട്ടാണ് അരങ്ങേറ്റമൊക്കെ വരുന്നത്. അപ്പോൾ അതിനുള്ള ഓരോ പ്രാക്ടീസുകളാണ്. അപ്പോൾ ഇവർ അതിൻ്റെ കൂടെ ഒരു ഫോട്ടോഷൂട്ടുമാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. ഇതാണ് നമ്മളെ ഗോദീശ്വരം ബീച്ച് കേട്ടോ വരുന്നത്. നമ്മളെ കോഴിക്കോടുള്ള അധിക പേരും ഈ കല്യാണ ഷൂട്ടൊക്കെ ചെയ്യുന്ന ഈ ഗോദീശ്വരം ബീച്ചാണ്. അത്രയും ഗംഭീരമായൊരു ബീച്ചാണ് കേട്ടോ ഈ കാണുന്നത്. ഉണ്ടോ, ഇവിടെ അങ്ങനത്തെ ട്രീസൊക്കെ ഇന്ന് നല്ല ഭംഗിയുള്ളൊരു ബീച്ചാണ്. ഇപ്പം കടൽ കുറച്ച് കയറിപ്പോയിട്ടുണ്ട്, എങ്കിലും നല്ല ഭംഗിയുള്ളൊരു ബീച്ചാണത്. ഉണ്ടോ, മരങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നല്ല തണലും ഉണ്ടാവും. നമുക്ക് ഫാമിലിയായിട്ട് വന്ന് റിലാക്സ് ചെയ്തിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു ബീച്ചാണത് വരുന്നത് കേട്ടോ. പിന്നെ നമുക്ക് മെയിനായിട്ട് ഇവിടെ നമ്മളെ തന്നെ കുറേ ഫ്രണ്ട്സുകൾ ഇവിടെ കുറേ ഫോട്ടോഷൂട്ട് എടുക്കാനൊക്കെ ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒന്ന് ചില്ലൗട്ട് ചെയ്യാനൊക്കെ ഇവിടെ കുറേ ആളുകൾ വരുന്നുണ്ട്. ഒരു സൈലൻറ്റ് സ്പോട്ടാട്ടോ അത് വരുന്നത്. അത്ര ആളുകൾക്ക് അറിയില്ല. ഇപ്പം കൂടുതലായിട്ട് അറിഞ്ഞു തുടങ്ങി, എങ്കിൽ പോലും കൂടുതൽ ആൾക്കാർക്ക് ഇത് അറിയുന്നതിനെ പറ്റി അറിഞ്ഞു വരുന്നുള്ളൂ. ഇത് നമ്മളെ കോഴിക്കോടിൻ്റെ മെയിൻ സ്പോട്ടല്ല. കോഴിക്കോട് നിന്ന് ഒരു 15 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ബീച്ച് കിടക്കുന്നത്. ഗോദീശ്വരം ബീച്ചാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഗോദീശ്വരം ബീച്ചിൻ്റെ അടുത്തുള്ള ഗോദീശ്വരം അമ്പലം. അത് അവിടെ കാണുന്നത്. ഞാൻ ഈ സൂം ചെയ്ത് കാണിക്കുന്നതാണ്. അവിടെയാണ് ആ ഗോദീശ്വരം അമ്പലം കിടക്കുന്നത്. അതിൽ നിന്ന് മാറിയിട്ടാണ് ഈ ഗോദീശ്വരം ബീച്ച് ഇരിക്കുന്നത്. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് പോലെ തന്നെയാണ്, പക്ഷേ കൂടുതൽ ആളുകളിലേക്ക് എത്തിയിട്ടില്ല. പുറത്തുള്ള ആളുകൾക്കൊക്കെ അറിവ് ഭയങ്കര കുറവാണ്. കുറച്ച് ആളുകൾക്ക് ഇവിടെ കൂടുതലായിട്ട് അറിയുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു ബീച്ചാണ് ഈ കാണുന്നത്. ഇവരിതാ ഫോട്ടോഷൂട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അവർ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു. ഇപ്പം അടുത്ത ലൊക്കേഷനിലേക്ക്, ആ ഷൂട്ട് കഴിഞ്ഞ് അടുത്ത ലൊക്കേഷനിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുക. അവരെല്ലാവരും ഇവിടെ വലിയ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ വലിയ വിദ്യാർത്ഥികൾ, സ്റ്റുഡൻസ്, ചേച്ചിമാരൊക്കെ ഉണ്ട്. ചേച്ചിമാരൊക്കെ ഈ ഡാൻസിലുണ്ട് കേട്ടോ. സ്റ്റുഡൻസ്, ചെറിയ കുട്ടികളാണ് കൂടുതലുള്ളത്. അപ്പം അങ്ങനെ അതിൽ വീഡിയോ എടുക്കാൻ പറ്റും കേട്ടോ. ഇവരെല്ലാവരും കൂടെ നടന്നു തുടങ്ങി കേട്ടോ. അവരിത് കൂടെ നടന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളും ഇതേപോലെ എൻ്റെ കൂടെ വാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ ഏറ്റവും പുറകിലാണുള്ളത്. നമ്മളെ
ഈ ഗോദീശ്വരം ബീച്ച് ആദ്യം ഇവിടെ ഫുള്ള് നല്ല മരങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഇതേപോലത്തെ തിക്ക് മരങ്ങൾ ഇവിടെ ഫുള്ളായിട്ടുണ്ടായിരുന്നു. ഇപ്പം ആ മരങ്ങളൊക്കെ കുറേ പോയിട്ടോ. മറ്റേ ഇവിടെ ഫുള്ള് മരങ്ങളായിരുന്നു. അപ്പം അതൊന്നും കൂടുതലായിട്ടില്ല. അപ്പോൾ ആ ഒരു ഇത് കാരണം കൊണ്ടാണ് നമ്മൾ സാധാരണ ഈ ബീച്ച് സൈഡിലൊന്നും മരങ്ങൾ ഉണ്ടാവാറില്ല. പക്ഷെ ഇവിടെ പൈൻ പോലത്തെ ഒരു മരമാണ്. ഏതാ മരം എന്നറിയില്ല. പൈൻ പോലത്തെ മരങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. സ്റ്റുഡൻസൊക്കെ നടന്നു പോകാൻ എന്ത് ഭംഗിയാണ്. നമ്മൾ ഈ ഡ്രസ്സിൽ ഭയങ്കര ക്യൂട്ടാട്ടോ എല്ലാവരും കാണാനൊക്കെ. അതാ ചേച്ചീൻ്റെ മോളാണ് നടന്നു പോകുന്നത്. അപ്പോൾ അങ്ങനെ നടന്നു പോകാൻ പറ്റും. ഈ ഇവിടെ കുറേ കടൽ ഭയങ്കരമായിട്ട് കയറിപ്പോയി കേട്ടോ. ഭയങ്കരമായിട്ട് കയറിപ്പോയി. കണ്ടോ മരങ്ങളൊക്കെ വീണെടുക്കുന്നുണ്ടോ. ഇവിടെ കടൽ ഭിത്തികളൊന്നുമില്ല. ഇത് ആദ്യം ഉണ്ടായിരുന്ന ഭിത്തിയാണ് ആ കാണുന്നത്. നമുക്കാ കാണാൻ പറ്റുന്നതാണ് ആദ്യത്തെ കടൽ ഭിത്തി. പക്ഷേ അതൊക്കെ കയറി പോരുന്നുണ്ട്. അത്രയും ശക്തമായിട്ടാണ് കടലുകളൊക്കെ കയറിയിരിക്കുന്നത്. അവരിതാ നമ്മളെ ഫോട്ടോഷൂട്ടിന് അവർ ലൊക്കേഷൻ മാറ്റി കേട്ടോ. അവിടുന്ന് അടുത്ത ലൊക്കേഷനിൽ ഫോട്ടോ എടുക്കാനിതാ എല്ലാവരും അങ്ങോട്ട് ഒത്തുചേർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. നമുക്ക് ആരെ ഫോട്ടോഷൂട്ടൊന്നും കൂടി കാണാം. പിന്നെ അവരെ നമ്മൾ ഈ ഡ്രസ്സിൻ്റെ ഇവരെ ഈ ഡാൻസിൻ്റെ ഡ്രസ്സിങ്ങൊക്കെ ഭയങ്കര ക്യൂട്ടാട്ടോ. അപ്പോൾ അതേപോലെ നമുക്ക് ക്യൂട്ടായിട്ട് നമ്മളെ പ്രോഗ്രാമും അടുത്ത അവരെ അരങ്ങേറ്റം ഞാൻ വിഷ്വലി കാണിച്ചിട്ടുണ്ട്. അരങ്ങേറ്റം അടിപൊളിയായിരിക്കും. അപ്പോൾ ആ വിഷ്വൽ നമുക്ക് കാണാം. എൻ്റെ അവരെ കോസ്റ്റ്യൂമൊക്കെ കണ്ടോ. നല്ല ക്യൂട്ട് കോസ്റ്റ്യൂം. മുല്ലപ്പൂക്കെ വെച്ച് പച്ച ഡ്രസ്സിൽ ഉണ്ടോ. നല്ല ക്യൂട്ടായിട്ട് നല്ല ക്യൂട്ട് ഡ്രസ്സിലും ഡിസൈനിങ്ങിലും ഉണ്ട്. ഒരു ടീമാണ് ഈ പച്ച ഡ്രസ്സിലുള്ളത്. പിന്നെ കുറച്ച് ടീം മഞ്ഞും ഒരു ഇളം പച്ച മഞ്ഞ ടച്ചുള്ളൊരു കളറിലാണ് അടുത്ത ടീമുള്ളത്. പിന്നെ ഒരു ടീം പച്ചയും റോസും കളറിലാണ് വരുന്നത് കേട്ടോ. അവരിവിടെ അടിപൊളിയായിട്ട് ഒരു എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ. ഈ മക്കളൊക്കെ രാവിലെ 4 മണിക്ക് അമ്പലത്തിൽ പോയിട്ട് ഒരുങ്ങി നിൽക്കുക. എന്നിട്ട് നേരെ ഇങ്ങോട്ട് വന്നത്. അപ്പം മക്കൾക്ക് നല്ല ക്ഷീണമുണ്ട്. ഉറക്ക ക്ഷീണമൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഇവർ കളിക്കുന്നത്. ഇതാണ് കേട്ടോ ഗോദീശ്വരം ബീച്ചിൽ മോർണിംഗ് ഒക്കെ ഇവർ നടക്കാൻ വരുന്നൊരു പാതയാട്ടോ. നടപ്പാത പോലെ ഉണ്ടോ. ഇവിടെ നമുക്കിവിടെ ഇതുണ്ടോ കോൺക്രീറ്റ് പോലെയൊക്കെ സെറ്റ് ചെയ്ത് ഇൻ്റർലോക്കൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇൻ്റർലോക്കൊക്കെ ചെയ്ത് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടോ. ഇവിടെയൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത്. പിന്നെ ഇവിടെ കടൽ കയറാതിരിക്കാൻ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ. കടൽ ഇത്രയും ഇവിടെ കയറിയിട്ടിരിക്കുക. ഇത്രയും കയറി നിൽക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ. കടലൊക്കെ നല്ല കയറി നിൽക്കുന്നുണ്ട്. നല്ല അടിച്ച് കയറുന്നുണ്ട്. അതാ കേട്ടോ. ഈ കടലിൻ്റെ അടുത്തുനിന്ന് ഭയങ്കര അടുത്തായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. കേട്ടോ ഇവിടുന്ന് അടിച്ച് കണ്ടോ. ഇവിടെ തൊട്ടടുത്താണ് ഇത് കടൽ കണ്ടോ. നടപ്പാതെ ഇത്ര അടുത്തായി കൊണ്ട് നിൽക്കുന്നത് കുറച്ച് ഡേഞ്ചർ ഉണ്ട്. പക്ഷേ മാക്സിമം ഒരു കല്ലൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ വെച്ചിട്ടുണ്ട് ഇവിടെ. അവരെ ഒരു വ്യൂ ഉണ്ടോ. മക്കളൊക്കെ നടന്നു വരുന്നതാണ്. എന്ത് ക്യൂട്ടാണെന്നറിയാം ഇവിടെ കാണാൻ. ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു മോളിൽ നിന്നുള്ളൊരു ഈ കല്ലിൻ്റെ മുകളിൽ കയറി ഒരു മോളിൽ നിന്നുള്ളൊരു വ്യൂ എടുത്തതാണ് കേട്ടോ. അവരൊക്കെ നടന്നു വരുന്നതാണ്. ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. കണ്ടോ പച്ച റോസും ഡ്രസ്സിൽ അപ്പോൾ ഫ്രണ്ടിൽ വരെ നടന്നു പോകുന്നു. തൊട്ട ബാക്കിൽ കുട്ടികൾ പച്ച ഡ്രസ്സിൽ നമുക്ക് പോകുന്നതാണ്. പിന്നെ ബാക്കിൽ പാരൻസൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നല്ലൊരു വ്യൂ ഉണ്ടാവും. ഇവിടുന്ന് അങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ കിട്ടും. അങ്ങനെ ഉണ്ടാവും. നല്ല ക്യൂട്ടായിട്ട് ഫാമിലിയും സ്റ്റുഡൻസും എല്ലാവരും ഒരുമിച്ച് പോകുന്നുണ്ട്. നമ്മൾ നടന്ന് ഈ പാർക്കിൻ്റെ എൻഡിലേക്ക് വന്നിട്ടോ. കാരണം ഇവിടെ പാർക്കിങ്ങിനുള്ളൊരു സ്പേസ് ഉണ്ട്. പാർക്കിംഗ് ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളുടെ നടപ്പാത അവിടുന്ന് ആ എൻഡ് വരെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് മോർണിംഗ് വാക്കൊക്കെ ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു സ്പോട്ടാണ്. അങ്ങനെ സ്പോട്ട് ചെയ്ത് പോരാൻ പറ്റും.
ഇവരത് അടുത്ത ലൊക്കേഷനിലെത്തിയിട്ടാ, അടുത്ത ഫോട്ടോഷൂട്ട്. അതിനുള്ള പോസിങ് ആണ് ഈ കഴിയുന്നത്. എന്താ പുതിയ ആൾക്കാർ ഇതാ സെറ്റാകുന്നുണ്ട്. എന്താ നമ്മളെ സാറാണത്. പിന്നെ അതാണ് കേട്ടോ ക്യാമറമാൻ. ഇതാ കാണുന്നതാണ് ക്യാമറമാൻ്റെ കയ്യിൽ വെറൈറ്റി ആയിട്ട് ഇതാ കുട്ടികളോട് ഇരിക്കാൻ പറഞ്ഞ നിലത്ത്, എന്നിട്ട് അവരെ കൊണ്ട് അവരുടെ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്ത് ഇരിക്കുകയാണ് അവർ. തല തട്ടട്ടെ. 1 2 3 4. അവരൊരു പുതിയൊരു പോസിൽ കിടന്നുകൊണ്ടിട്ടുള്ള ഒരു പോസ് കേട്ടോ. അടിപൊളിയായിരുന്നു. എന്തൊക്കെയാണ് നെക്സ്റ്റ് പ്ലാനുകൾ? രാവിലെ എത്ര മണിക്ക് ഇറങ്ങി? രാവിലെ 4 മണിക്ക് ഇറങ്ങി. 4 മണിക്ക് ഇറങ്ങി. 4 മണിക്ക് ഇറങ്ങി പൂജ, എന്താ പറയുക, ഡാൻസ് ക്ലാസ്സിൽ പോയിട്ട് മേക്കപ്പ്, ഡ്രസ്സിങ്, കൊറിയോഗ്രാഫി ചെയ്ത് നേരെ അമ്പലത്തിൽ പോയി. ഡ്രസ്സിങ് ഒക്കെ അമ്പലത്തിൽ ചെയ്തോ? അല്ല, ഡാൻസ് ക്ലാസ്സിൽ. ഡാൻസ് ക്ലാസ്സിന് അപ്പം 4 മണിക്ക് ഡാൻസ് ക്ലാസ് വെച്ചു. എന്നിട്ട് അവിടെ നിന്ന് എല്ലാ മേക്കപ്പ് കഴിഞ്ഞ് 7-7:30 ആകുമ്പോൾ അമ്പലത്തിലെത്തി. പിന്നെ അവിടുന്ന് പൂജ കാര്യങ്ങൾ, ചിലങ്ക പൂജ. എങ്ങനെയുണ്ട് ഡാൻസ് എക്സ്പീരിയൻസ് പറയടോ. ഇവരെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടോ. ഇനി ഇവർ ഫുഡ് കഴിക്കാനുള്ളൊരു പ്ലാനിലാണ്. അവർ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. ഇവർ വണ്ടിയിൽ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അവർ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാനുള്ളൊരു പ്ലാനിലാണ്. അപ്പം ഞാനിപ്പം വിചാരിച്ചെന്താ വെച്ചാൽ നല്ല മഴയാണ്. അപ്പം ഞാൻ കാർ അവിടെയാണ് പാർക്ക് ചെയ്തത്. അപ്പോൾ ആ പാർക്ക് ചെയ്തിട്ട് വണ്ടി അവിടെ പോയി എടുത്തുകൊണ്ട് വരുന്നതാണ് നല്ലതെന്നാണ്. അപ്പോൾ വണ്ടി എടുത്തിട്ട് വരാം. മഴ പെയ്തിട്ട് മഴ ഇതല്ല മഴ പെയ്തു. ഓട്ടുകയാണ്. ഞാൻ മഴ കൊള്ളൂ. അതിനോട് ഞാൻ ഓടി പോകാം. അടിപൊളി ലൊക്കേഷനാണോ. നമ്മൾ വണ്ടി അത്രയും ദൂരം തട്ടിട്ട് അപ്പോൾ അങ്ങോട്ട് ഇനി നടന്നു പോകണം. അങ്ങനെ നമ്മൾ വണ്ടിയുടെ അടുത്ത് എത്തി കേട്ടോ. അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറിയിരിക്കുന്നു. അങ്ങനെ ഓടി നമ്മൾ വണ്ടിയിൽ എടുത്തിട്ടുണ്ടോ. മഴ പെയ്ത് അടിപൊളി ലൊക്കേഷനാണ് കേട്ടോ. ഇപ്പം എന്ത് ഈ ഗോദീശ്വരം ബീച്ച് കാണാത്തവരൊക്കെ തീർച്ചയായിട്ടും കാണേണ്ട ഒരു ബീച്ചാണ് ഗോദീശ്വരം. അപ്പോൾ നമുക്ക് ആ വണ്ടി എടുക്കാനൊന്ന് പോയി നോക്കാം. വണ്ടി എടുത്തിട്ടാ നമ്മളങ്ങനെ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി ഫോട്ടോഷൂട്ടായിരുന്നു കേട്ടോ. കുറേ പേരുണ്ട്. കുറേ പേര് കുട്ടികളും രക്ഷിതാക്കളും എല്ലാവരും ഉണ്ടായിരുന്നു. നല്ല എൻജോയ് ചെയ്തിട്ടാണ് അവർ പ്രോഗ്രാം നടത്തുന്നത്. ഇതാണ് ഗോദീശ്വരം ബീച്ചിൻ്റെ സൈഡിൽ കൂടെയുള്ള വഴി കേട്ടോ. ഇതാണ് ആ വഴി. നമ്മൾ
കുട്ടികളൊക്കെ നടന്നു പോകുന്നുണ്ട് കേട്ടോ. ഗൈസ്, നമുക്കങ്ങനെ ഇവർക്ക് ഊണ് കിട്ടി കേട്ടോ. നമ്മളങ്ങനെ ഊണ് കഴിക്കാൻ പോവാണ്. നമുക്ക് ഒന്ന് ഗൈസ്, നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ ഇവിടെ. ഫുഡ് എങ്ങനെയുണ്ട്? അങ്ങനെ ഫുഡ് നമുക്ക് കിട്ടി. ഫുഡ് സൂപ്പറാ ആണോ? നമുക്കൊന്ന് കഴിച്ചേക്കാം. ഇതാണ് നമുക്ക് കിട്ടിയ ഫുഡ്. സാമ്പാർ, ഉപ്പേരി, പുളി. നമ്മളങ്ങനെ ടേസ്റ്റ് ചെയ്ത് ഫുഡ് കൊള്ളാം കേട്ടോ. നല്ല ഫുഡ്, നല്ല സാമ്പാർ. ഇത് കൂട്ടുകറിയില്ലേ? കൂട്ടുകറി കൊള്ളാം. അവില, സോറി, കൂട്ടുകറിയല്ല, അവില. അവിൽ, പുളി എല്ലാം കൊള്ളാം. എങ്ങനെയുണ്ട് ഫുഡ്? സൂപ്പർ. ഡാൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇവിടെ സ്ഥലം എങ്ങനെ ഉണ്ട്? ലൊക്കേഷൻ ഗോദീശ്വരം ബീച്ച് സൂപ്പർ. എങ്ങനെയുണ്ട്? നമുക്ക് എന്താ ഇഷ്ടപ്പെട്ടത്? കടൽ നമുക്ക് ഇഷ്ടപ്പെട്ട്? അതിൽ കളിക്കാനാണ്. ഓക്കെ. നമ്മൾ ഈ ലൊക്കേഷൻ നമ്മളെ മുന്നിൽ കാറ് നേരെ മുന്നിലേക്ക് ഇട്ടു. ഈ ലൊക്കേഷനിലേക്ക് ഇട്ടിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. കണ്ടോ, കാറിലിങ്ങനെ ഗിയറിൻ്റെ അടുത്ത് വെച്ചിട്ടാണ് ഫുഡ് കഴിക്കും. അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ച് നോക്കാം. നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. എല്ലാവരും ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ ബാക്ക് ടു ഹോമാണ്. നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.